ഡോക്ടർ, എവറി മൊമെന്റ് കൗണ്ട്സ്, ടൈം ഈസ് ബ്രെയിൻ, ആക്ട് ഫാസ്റ്റ്. ഇതൊക്കെ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇതെന്താണ്? മുമ്പ് പറഞ്ഞ ഈ വാക്യങ്ങൾ സ്ട്രോക്കിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ അസുഖത്തിന്റെ ഗൗരവത്തിനെ പറ്റിയും സമയത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും കാണിക്കുന്നതാണ്. തലച്ചോറിലുള്ള രക്തഓട്ടവുമായിട്ട് സംബന്ധിച്ച് ഉണ്ടാകുന്ന ഡാമേജും അതുമൂലം രോഗിക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയുമാണ് നമ്മൾ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത്. പൊതുവിൽ സ്ട്രോക്ക് 2 തരമാണുള്ളത്. തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴൽ അടയുകയും അതിനപ്പുറത്തോട്ട് രക്തോട്ടമില്ലാതെ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് കൂടുതലായിട്ട് കാണുന്ന സ്ട്രോക്ക്. അതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. രണ്ടാമത്തെ സ്ട്രോക്കിൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യും. ഈ രക്തക്കുഴലുകൾ അടഞ്ഞു കഴിഞ്ഞാൽ രക്തോട്ടം നിലയ്ക്കുന്നത് കൊണ്ട് മിനിറ്റിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രക്തഓട്ടം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതാണ് സമയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ രക്തക്കുഴലുകൾ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളാണ് സാധാരണയായി ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ശരീരത്തിലെ രക്തക്കുഴലുകളിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക. ഈ രക്തക്കട്ട അലിയിച്ച് കളയുന്ന ക്ലോട്ട് ലൈസിംഗ് തെറാപ്പി അല്ലെങ്കിൽ ത്രോംബോളിറ്റിക് തെറാപ്പി എന്നാണ് ഇത് പറയുന്നത്. ഈ മരുന്ന് ചെന്ന് രക്തക്കുഴലുകളിൽ അടഞ്ഞിരിക്കുന്ന രക്തക്കട്ട അലിയിച്ച് കളയുകയും വീണ്ടും രക്ത ഒഴുക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യുക. അതുമൂലം തലച്ചോറിന്റെ ഡാമേജുകൾ ഏറ്റവും ലഘൂകരിക്കുക. ഇതാണ് ഈ ചികിത്സയുടെ പ്രധാന തത്വം. പക്ഷേ ഈ ചികിത്സ കൊടുക്കുന്നതിനും ഒരു സമയ ദൈർഘ്യമുണ്ട്. ഒരു 3.5 മണിക്കൂർ, ചില കാര്യങ്ങളിൽ ചില രോഗികളിൽ 4.5 മണിക്കൂർ വരെ നമുക്ക് കൊടുക്കാം. അതാണ് രണ്ടാമത്തെ സമയത്തിന്റെ പ്രാധാന്യം. അപ്പോൾ ടൈം ഈസ് ബ്രെയിൻ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തെ മാർഗമായ ഇൻട്രാ വാസ്കുലാർ ഇന്റർവെൻഷൻ എന്ന് പറയും. ഇത് കാർഡിയോളജിയിലും മറ്റും ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ രക്തക്കുഴലുകളിൽ കത്തീറ്റർ കിടത്തി തലച്ചോറിന്റെ ഈ ഡാമേജ് ആയ ഭാഗത്ത് രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നതിന് അടുത്ത് വന്ന് ഒന്നുകിൽ മരുന്ന് കൊടുക്കുക, രക്തക്കട്ട അലിയുന്നതിന് വേണ്ടിയുള്ള മരുന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ രക്തക്കട്ടയെ നമ്മൾ സാവധാനം പൊടിച്ച് അത് മാറ്റുക. ഇതാണ് രണ്ടാമത് ചെയ്യുന്ന ചികിത്സ. ഇതിന് 3 മണിക്കൂറല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ സമയം നമുക്ക് കഴിഞ്ഞാണെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ പൊതുജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ. ഒരു ചെറിയൊരു ന്യൂമോണിക് രീതിയിലാണ് ശാസ്ത്രലോകം പൊതുജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഫാസ്റ്റ് എന്നാണ് അതിന്റെ ഒരു ഷോർട്ട് ഫോം. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിന് ഫേസിനുണ്ടാകുന്ന ഒരു കോടല്. എ എന്ന് പറയുന്ന ആം എന്ന് പറഞ്ഞാൽ കൈക്കോ കാലിനോ ഉണ്ടാകുന്ന ബലക്കുറവോ പെരുപ്പോ തരിപ്പോ ഒക്കെ ആവാം. എസ് എന്ന് പറയുന്നത് സ്പീച്ചിനകത്ത് സംസാരത്തിനകത്ത് ഒരു സ്ഫുടതക്കുറവ്, നമ്മൾ പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാക്കുകൾ കൃത്യമായിട്ട് പറയാൻ പറ്റാതെ വരിക. ഇതൊക്കെയാണ് സാധാരണ സ്പീച്ചിനകത്ത് കാണുന്ന അപാകതകൾ. ഇതുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടൈം ടു കോൾ ആംബുലൻസ്. ഇതൊരു എമർജൻസി ആയിരിക്കാം, ഇതൊരു സ്ട്രോക്കിന്റെ ലക്ഷണമായിരിക്കാം. ഇത് സമയം കളയരുത്. ഇതിനു വേണ്ടിയുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്തുള്ള ഇതിന് സജ്ജമായിട്ടുള്ള ഒരു സെന്ററിലേക്ക് രോഗിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിലേക്ക് ഇതുപോലെ ഒരു രോഗിയെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആശുപത്രി ഈ രോഗിയെ സ്വീകരിക്കുന്നതിനും അല്പം പോലും സമയം കളയാതെ ചികിത്സ കൊടുക്കുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആക്ട് ഫാസ്റ്റ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾക്കോ നിങ്ങൾക്ക് കൂടെയുള്ള ആൾക്കാർക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഈ സിംറ്റം ഉണ്ടെങ്കിൽ അവർക്ക് സ്ട്രോക്ക് ആകാം. ഇത്തരം രോഗികളെ ഇത് ചികിത്സിക്കുന്നതിന് സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് സമയം കളയാതെ കൊണ്ടുപോവുക. താങ്ക് യു.